സ്നേഹമുള്ളവരെ, ക്രിസ്മസ് എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ വലിയ ഒരു ആഘോഷമാണ്. ലോകം മുഴുവനും യേശു ക്രിസ്തു ജനിച്ചതിൻ്റെ വലിയ സംഭവം ആചരിക്കുവാൻ, ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ ഓരോരുത്തരും ആ ഒരു ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സ്നേഹമുള്ളവരെ, ക്രിസ്മസ് എന്ന് പറയുന്നത് യേശു ഈ ഭൂമിയിൽ, ദൈവം ഈ ഭൂമിയിൽ പിറന്നു എന്ന വലിയ നിത്യസത്യമാണ് ക്രിസ്മസ് ലോകത്തിന് മുഴുവൻ നൽകുന്ന വലിയ ആഹ്വാനം. ദൈവം ഭൂമിയിൽ വന്നു പിറന്നു. പ്രിയപ്പെട്ടവരെ, നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യനായി, മനുഷ്യനോട്, നിന്നോടും എന്നോടും താതാത്മ്യപ്പെടുവാൻ, നിന്നോടും എന്നോടും ഒപ്പമായിരിക്കുവാൻ ഒരു ദൈവം ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, ഇതല്ലേ വലിയ ആഘോഷം എന്ന് പറയുന്നത്. ഈ വലിയൊരു സംഭവമാണ് നാം ഓരോരുത്തരും ആഘോഷിക്കുവാനായിട്ട് പോകുന്നത്. ഈ വലിയ സംഭവത്തെ നമ്മൾ കാണുന്ന വേറൊരു യാഥാർത്ഥ്യം, യേശു ഈ ഭൂമിയിൽ മാനവരാശിക്ക് വേണ്ടി, മനുഷ്യകുലത്തിന് മുഴുവനും വേണ്ടി ദൈവം വന്നു പിറന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാരോ പറഞ്ഞു വച്ച ഒരു കടുങ്കഥയല്ല. ഇത് ആരോ പറഞ്ഞു വച്ചതായിട്ടുള്ള, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഊഹാപോഹങ്ങളല്ല. ഇത് നിത്യമായിട്ടുള്ള ഒരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ദൈവം മനുഷ്യനായി, മനുഷ്യനോടൊപ്പമായിരിക്കാൻ ഇറങ്ങി വന്നു എന്നുള്ളത്. ഈ വലിയ വിശ്വാസ സത്യം, ഈ വലിയ വിശ്വാസ യാഥാർത്ഥ്യം, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വർഷം പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ COVID-19 വൈറസിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഒരിക്കലും ഇപ്രകാരമുള്ള ഒരു കാലഘട്ടത്തിലൂടെ അല്ലാത്തതായ ഒരു വലിയ കാലഘട്ടത്തിലാണ് ഈ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കാനായിട്ട് പോകുന്നത്. സ്നേഹമുള്ളവരെ, ദൈവം വന്ന് പിറന്നത് നിനക്കും എനിക്കും വേണ്ടിയാ. ജാതി മത വ്യത്യാസമില്ലാതെ സകലർക്കും വേണ്ടി ഒരു ദൈവം ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. ഈ വലിയ വിശ്വാസ സത്യം നീയും ഞാനും വിശ്വസിക്കുവാനായിട്ട് ഈ ക്രിസ്മസ് നമ്മളോട് ആഹ്വാനം ചെയ്യാം. എവിടെയാ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ വിശ്വാസം? എവിടെയാ നമ്മുടെ വിശ്വാസം? കൊറോണ വൈറസ് നമ്മുടെ വിശ്വാസത്തെ ഊറ്റിക്കുടിച്ചോ? കൊറോണ വൈറസ് നമ്മുടെ വിശ്വാസത്തെ മന്ദീഭവിപ്പിച്ചോ? കൊറോണ വൈറസ് നമ്മുടെ വിശ്വാസത്തെ മരവിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും പ്രിയപ്പെട്ടവരെ, ആത്മശോധനയുടെ ഒരു കാലഘട്ടം കൂടിയാണ് കേട്ടോ. ആത്മശോധനയുടെ ഒരു കാലഘട്ടമാണ്. ദേവാലയത്തിൽ പോയിക്കൊണ്ടിരുന്നവര്, കുമ്പസാരം സ്ഥിരമായി നടത്തിക്കൊണ്ടിരുന്നവര്, ആരാധനകൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവര്, ഒരു പ്രാർത്ഥനയുടെ ജീവിതം ഉണ്ടായിരുന്നു നമുക്ക്, ഒരു ആരാധനയുടെ ഒരു ജീവിതമുണ്ടായിരുന്നു, ഒരു പരിശുദ്ധ കുർബാനയുടെ ഒരു ജീവിതമുണ്ടായിരുന്നു, ഒരു ആധ്യാത്മിക ജീവിതം നമുക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കൊറോണ വൈറസ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധ്യാത്മികതയെ തളർത്തു കളയുന്ന സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ ഈ 2020 ഈ ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ, ഈ ക്രിസ്മസ്, ഈ ഉണ്ണീശോ നമ്മോട്, ലോകത്തോട് ചോദിക്കുന്നത്, ഞാൻ പിറന്ന് വീണത് നിനക്ക് വേണ്ടിയാ, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ, നിന്നെ വിമോചിപ്പിക്കാൻ വേണ്ടിയാ. പ്രത്യാശ, വിശ്വാസം നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ നമ്മുടെ വിശ്വാസം ഉയരണം, നമ്മുടെ പ്രത്യാശ ദൈവത്തിലേക്ക് ഉയരണം. തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം,
ലൂക്കാ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനത്തിൽ ശിഷ്യന്മാര് വളരെ നിഷ്കളങ്കമായി യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളുടെ വിശ്വാസം മരവിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളുടെ വിശ്വാസം മന്ദീഭവിച്ചു പോയിട്ടുണ്ട്. യേശുവിനെ പ്രഘോഷിക്കേണ്ട നീയും ഞാനും യേശുവിനെ വിശ്വാസ കുറവ് മൂലം പ്രഘോഷിക്കാതിരുന്നു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസക്കുറവ് മൂലം ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ സ്വീകരിക്കാൻ പറ്റാത്തൊരു വ്യക്തിയായി നീ മാറിയിട്ടുണ്ടോ? നിന്റെ കുടുംബം മാറിയിട്ടുണ്ടോ? യേശു പറഞ്ഞു, ലൂക്കാ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സക്കമൂർ മരത്തോട് ഇവിടെ നിന്ന് കടപുഴകി കടലിൽ ചെന്ന് പതിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അത് സംഭവിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ COVID-19 ഈ കാലഘട്ടം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ, പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ജീവിതങ്ങളായി നമ്മുടെ ജീവിതം മാറണം. സാത്താൻ മുതലെടുത്ത് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ പ്രത്യാശയെ, നമ്മുടെ ദൈവത്തിലുള്ള പ്രതീക്ഷയെ കെടുത്തിക്കളയ്ക്കുന്ന വിധത്തിൽ അവൻ സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ. ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉയരണം പ്രിയപ്പെട്ടവരെ. യേശു ദൈവപുത്രനാണെന്ന്, ദൈവമാണെന്ന് ഏറ്റുപറയുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറാൻ, അനേകരുടെ വിജാതീയരുടെ മധ്യത്തിൽ പോലും യേശു ക്രിസ്തു എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന ദൈവമാണെന്ന് പ്രഘോഷിക്കാൻ, ഉദ്ഘോഷിക്കാൻ, ഇത് ഏറ്റുപറയുവാൻ നീ ഞാനും പ്രാപ്തരായി തീരുമ്പോൾ ഈ ക്രിസ്മസ് വലിയൊരു അനുഭവമായി മാറും. ഈ ക്രിസ്മസ് വലിയൊരു ആഘോഷമായിട്ട് മാറും. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ജീവിതത്തിൽ വിശ്വാസ മേഖലയിൽ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്നവർ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ അങ്ങോട്ട് സ്വീകരിച്ചാൽ മതി. നിന്റെ ഹൃദയം തുറക്കണം, മനസ്സ് തുറക്കണം, ദൈവത്തിലേക്ക് നീ ഉയരണം. കർത്താവിലുള്ള ആ വലിയ വിശ്വാസം, ദൈവത്തിൻ്റെ ആ വലിയ കൃപ നമ്മുടെ മേൽ നിറയണ്ടേ. നമ്മുടെ ജീവിതം പ്രത്യാശയിൽ, പ്രതീക്ഷയിൽ പ്രിയപ്പെട്ടവരെ രൂപാന്തരപ്പെടണ്ടേ. ദൈവം ആഗ്രഹിക്കുന്ന അതല്ലേ? ഇന്ന് നീ ഏതെങ്കിലും തരത്തിൽ നിരാശയിൽപ്പെട്ട് ഡിപ്രഷനിൽപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ഡിപ്രഷന്റെ മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? നിരാശയുടെ പടുകുഴിയിൽപ്പെട്ട് തളർന്നു കിടക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയാണോ നീ? അങ്ങനെ ഒരു കുടുംബമാണോ നിൻ്റേത്? ദൈവം പ്രവർത്തിക്കാൻ സമയമായി പ്രിയപ്പെട്ടവരെ, കർത്താവിന് ഇടപെടാൻ സമയമായി. യേശുവേ, അങ്ങയുടെ മക്കളെ ഇപ്പോൾ ഇതാ സകലരും ഉണർന്ന് പ്രാർത്ഥിക്കുന്നു, സകലരും നിന്റെ കൃപ സ്വീകരിക്കുന്നു. കർത്താവേ, യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ദൈവമേ, ഈ ലോകം, പിശാച് ദൈവം മക്കളിൽ ഈ കാലഘട്ടത്തിലൂടെ കൊണ്ടുവന്ന നിരാശയുടെ, ദൈവമേ, ഡിപ്രഷന്റെ എല്ലാ സ്വാധീനങ്ങളും അടിമത്വങ്ങളും നസ്രായനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, പൗരോഹിത്യ അധികാരത്തിൽ ഈ നിമിഷം വിട്ടുമാറി ഒഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, വിശ്വാസതലത്തിൽ ദൈവമേ ചഞ്ചലപ്പെട്ട് നിൽക്കുന്ന ജീവിതങ്ങളുണ്ട്. ഇപ്പോൾ അവരെ ഉയർത്തണമേ കർത്താവേ. നിന്നിലുള്ള വിശ്വാസത്തിൽ, ഈ ക്രിസ്മസ് എന്നുള്ള യാഥാർത്ഥ്യത്തിലുള്ള വിശ്വാസത്തിൽ അവരിപ്പോൾ അഭിഷേകം ചെയ്യണമേ. അവരിലേക്ക് ഈ ലോകം പിശാച് കൊണ്ടുവന്ന വിശ്വാസ രാജ്യത്വത്തിന്റെ സകല അടിമത്ത ചങ്ങലകൾ യേശുവിന്റെ നാമത്തിൽ, പൗരോഹിത്യ അധികാരത്തിൽ വിട്ടഴിഞ്ഞു മാറി പോകട്ടെ. ഈ നിമിഷം വിട്ടൂപ്പിക്കപ്പെടട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും
ആമേൻ.